ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. ചില സമയങ്ങളിൽ നമ്മൾ തീരുമാനമൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ലൈഫിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഈ അവസാന നിമിഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ടുണ്ടാവില്ല. മാത്രമല്ല നമുക്ക് മുന്നേ തന്നെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര കുറ്റബോധവും വരും അല്ലെ. അപ്പോ ഇനി അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം നമുക്ക് അറിയാം ഇനി അങ്ങോട്ട് നമുക്ക് പബ്ലിക് എക്സാം ആണ് വരാനായിട്ട് പോകുന്നത്. ഇതിപ്പോ SSLC-യിലും +1-ലും +2-ലും പഠിക്കുന്ന കുട്ടികളാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനുണ്ട്. അതിൽ ഓൾറെഡി നമുക്ക് ഓൾറെഡി നമ്മൾ ഓണം എക്സാമിന്റെ ക്വസ്റ്റൻസ് ഒക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും നമുക്ക് അതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരിക്കും. ചില ചാപ്റ്റേഴ്സ് നമുക്ക് വീണ്ടും എത്ര വട്ടം റിവൈസ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടാത്ത ചാപ്റ്റേഴ്സ്, ചില ചാപ്റ്റേഴ്സ് നമ്മൾ തീരെ തൊടാത്ത ചാപ്റ്റേഴ്സ്, ഇങ്ങനെ തുടങ്ങി പല പല തരത്തിലായിരിക്കും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ഉണ്ടാക്കുക. ഇനിയുള്ളതാണെങ്കിൽ വളരെ കുറച്ച് സമയമുള്ളൂ. ഈ കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാ ചാപ്റ്റേഴ്സും വേഗം തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് പറ്റുന്ന തരത്തില് നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഓൾറെഡി നമ്മുടെ ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ചാപ്റ്റേഴ്സ് ഫ്രം ദ ബേസ് മുതലേ തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നായിരുന്നു അല്ലെ. കാരണം നമുക്ക് കുറച്ച് ദിവസമുള്ള ഈ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്രാഷ് ബാച്ച് തന്നെയായിരുന്നു അല്ലെ. കാരണം അത് നമ്മൾ മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി ആദ്യം മുതലേ തന്നെ ഒന്നും അറിയാത്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ കൂടിയും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ഓരോ ചാപ്റ്റേഴ്സും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പോകുന്നുണ്ടായിരുന്നു അല്ലെ. പക്ഷെ ഇപ്പൊ നമ്മൾക്ക് കുറെ കുട്ടികൾ ഇപ്പൊ ഈ ഒരു സമയത്ത് ചോദിക്കുന്നുണ്ട്, മിസ് ഇനിയിപ്പോ എന്താ ചെയ്യാ, ഞാനിപ്പോ അത് അറിഞ്ഞു വന്നപ്പോഴേക്കും കുറെ ലേറ്റ് ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുട്ടികൾ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെസ്സേജ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ലേറ്റ് ആയി പോയി എന്നുള്ളത് ആലോചിച്ചിട്ട് ഇനി വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ മിസ് നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ഇതുവരെ എത്ര ചാപ്റ്റേഴ്സ് ആണ് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. +1-ലും +2-ലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ചാപ്റ്റേഴ്സോളം നമ്മൾ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ കുട്ടികൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. SSLC-യിൽ നോക്കുകയാണെങ്കിൽ 20 ചാപ്റ്റേഴ്സോളം, അതായത് എല്ലാ സബ്ജക്റ്റിലും കൂടിയിട്ടാണ് കേട്ടോ, എല്ലാ സബ്ജക്റ്റിലും കൂടിയിട്ട് 20 ചാപ്റ്റേഴ്സോളം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, കുട്ടികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ദെൻ 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10ഓളം ചാപ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ഓൾറെഡി നമ്മുടെ കുട്ടികളുടെ ടൈം ടേബിൾ ഒക്കെ അനുസരിച്ച് ഫോളോ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കും കുറച്ചൊരു വിഷമം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം അറിയാം. കാരണം നമ്മൾ മുന്നേ അറിയേണ്ടതായിരുന്നു എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ വിഷമിക്കേണ്ട, ഈ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, മേക്കപ്പ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നെക്സ്റ്റ് വീക്ക് മുതലാണ്, അടുത്ത ആഴ്ച മുതലാണ് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ടീച്ചേഴ്സ് ലൈവായിട്ട് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ലൈവ് ക്ലാസ്സുകൾ അടുത്ത ആഴ്ച മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ആയാലും ഒരു ചെറിയൊരു ചാൻസും കൂടി ഉണ്ട്. ഓക്കെ, അതായത് ഇത്രയും ഈ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു എന്ന് വെച്ചിട്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഒന്ന് വിചാരിച്ചാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് ഒരു ചാൻസും കൂടി ഉണ്ട് എന്നുള്ളത് മിസ് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ഈ ക്ലാസ്സുകളൊക്കെ ഓൾറെഡി കണ്ടു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാതിരിക്കുന്നില്ല കേട്ടോ. ഓൾറെഡി നമ്മുടെ ആപ്പിൽ എല്ലാം അത് അവൈലബിൾ ആയിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പൊ ആഗ്രഹമുള്ളവർക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് ജോയിൻ ചെയ്യാം. എല്ലാ ക്ലാസ്സുകാർക്കും, അതായത് 6ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഈ ഒരു ക്രാഷ് ബാച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം മുതലുള്ള ക്ലാസ് കിട്ടും, നോട്ടുകളും കിട്ടും. നോട്ടൊന്നും തമ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ SSLC +1 +2 ഉള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കും കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ആലോചിക്കുക, തീരുമാനമെടുക്കുക. ഇനിയും ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാലും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കില്ല. ഈ ഒരു അവസരമെങ്കിലും എന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോ നമ്മൾ ഇനി മുതലെങ്കിലും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ എല്ലാവരും റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കുറച്ച് ഫയർ ഇമോജിസ് ഒക്കെ ഇടാം. ഫുൾ എനർജിയോട് കൂടെ പഠിച്ചു തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.